വഖഫ് ബോർഡ് നിയമത്തിൽ ചില സുപ്രധാന ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് മോദി സർക്കാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ, അതായത് BJP മുന്നണിയിൽ സാമാന്യം നല്ല തല്ലു തുടങ്ങി എന്ന വിവരം മാന്യ മഹാജനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. വഖഫ് ബോർഡിന്റെ കൈവശം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി 7 ലക്ഷം ഏക്കർ ഭൂമി ബോർഡിന്റെ കൈവശമുണ്ടെന്നാണ് കണക്ക്. ഭൂമി മാത്രമാണ് കേട്ടോ, കെട്ടിടങ്ങൾ വേറെയാണ്, മറ്റ് സ്ഥാവര ജംഗമ സ്വത്തുക്കളൊക്കെ വേറെയാണ്. BJPക്ക് പണ്ടേ അതിന്മേലൊരു കണ്ണുണ്ട്. അതിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയെങ്കിലും BJPയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ കൈവശം എത്തിക്കാൻ പറ്റുമോ എന്നൊരു നോട്ടമുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേണമെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് കൊണ്ടുവരാമായിരുന്നു, അവർക്ക് നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ വിചാരിച്ചു 2024 തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ, അവിടെ ഒരു 400 സീറ്റ് BJPക്ക് കിട്ടുമല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ ആഘോഷപൂർവ്വം ഈ ബില്ല് പാസ്സാക്കിയെടുക്കാം. അതിനൊരു പ്രത്യേക സുഖമുണ്ട് കേട്ടോ. അതായത് ഒരു ബുൾഡോസർ ഇടിച്ചു കയറ്റുന്നത് പോലെ ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുക എന്ന് പറഞ്ഞാലേ കുറെ കൂടെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഇന്ത്യക്കാരെ വിശ്വസിച്ചത് വെറുതെ ആയിപ്പോയി. അവർ 400 സീറ്റ് തന്നില്ല എന്നത് പോട്ടെ, ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ലഭിച്ചില്ല. ഇപ്പൊ ഭരിക്കുന്നത് TDP, JDU മുതലായ സഖ്യകക്ഷികളുടെ ഔദാര്യത്തിലാണ്. അവരുമായിട്ടിപ്പം നല്ല ബന്ധമുണ്ട് കേട്ടോ. മച്ചാൻ കളിച്ചു നിൽക്കുക. കാരണം കഴിഞ്ഞ ബജറ്റിൽ ഈ 2 സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ്, സ്പെഷ്യൽ സഹായം എന്നൊക്കെ പറഞ്ഞ് കോടാനുകോടി രൂപ വാരിക്കോരി കൊടുത്തതാ. അപ്പോൾ ആ ഒഴുക്കിൽ എങ്ങനെയെങ്കിലും ഈ ബില്ല് കൂടി അങ്ങ് കയറ്റിവിടാമെന്നാണ് BJP കരുതിയത്. ഇനി ഒരു പക്ഷേ ഒരിക്കലും ഇത് പാസ്സാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അതായിരുന്നു BJPയുടെ ലക്ഷ്യം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കിരൺ റിജ്ജു ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് മതപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി നൽകുന്ന സ്വത്ത് വഖഫ് സ്വത്ത് എന്നാണ് അറിയപ്പെടുക. അതിന്റെ നിയന്ത്രണം, അതിന്റെ പരിപാലനം, അതിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഈ വഖഫ് ബോർഡിന്റെ ചുമതലയിലാണ്. അതിന് പ്രത്യേക നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. അങ്ങനെ സർക്കാരിന് അതിലങ്ങനെ കൈകടത്താൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു നിയന്ത്രണം വേണം എന്ന് BJP പണ്ടേ തീരുമാനിച്ചതാണ്. അതവരുടെ സംഘപരിവാർ അജണ്ടകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സഖ്യകക്ഷികളുമായി അത്യാവശ്യം സ്നേഹബന്ധത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഈ ബില്ല് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് പാസ്സാക്കാമെന്ന് കരുതിയതും അത് അവതരിപ്പിച്ചതും. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് TDPയും JDUവും തുടക്കത്തിലെ സമ്മതം അറിയിച്ചതാണ്. പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന ചില വ്യവസ്ഥകൾ, അതുണ്ടാക്കുന്ന ചില ആശങ്കകളുണ്ട് ആ പാർട്ടികൾക്കും. അത് BJP രഹസ്യമായിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ബില്ല് അവതരിപ്പിച്ചു. അപ്പോഴേക്കും ലോക്സഭയിൽ അതൊരു കടന്നൽക്കൂട് ഇളകിയ അവസ്ഥയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. പ്രതിപക്ഷം അതിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നു. അതായത് ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായ കാര്യമാണ്, ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ്. അതുകൊണ്ട് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഇന്ത്യ സഖ്യം പ്രതിപക്ഷം എടുത്തു. എല്ലാ കക്ഷികളും, ഭരണകക്ഷികളിൽപ്പെടാത്ത എല്ലാ കക്ഷികളും അതിനോട് യോജിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ ഇവരൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ലോക്സഭയിൽ സംസാരിച്ച ആളുകളാണ്. BJP ഇതിലൊരു അപകടം മണത്തു. അത്ര എളുപ്പത്തിൽ ഇത് പാസ്സാക്കിയെടുക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ അവതരണത്തിന് സംബന്ധിച്ചെങ്കിലും ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ TDPയോ JDUവോ ഈ ബില്ലിനെ 100% അംഗീകരിക്കണമെന്നില്ല. അങ്ങനെ വന്നാൽ സംഗതികൾ കുഴയും. അതുകൊണ്ട് വളരെ സൗകര്യപൂർവ്വം ഗവൺമെന്റ് ഒന്ന് പിൻവലിക്കും. അതായത് ബില്ല് ഇപ്പോൾ പ്രൊസീഡ് ചെയ്യുന്നില്ല, അതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാം, അവരെ ഒന്ന് പഠിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ ബില്ലിന്മേൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാം. ആലോചിച്ച് നോക്കണം, ചർച്ച പോലും കൂടാതെ ബില്ലുകൾ പാസ്സാക്കിയെടുത്ത ചരിത്രമാണ് കഴിഞ്ഞ പാർലമെന്റിലൊക്കെ BJPക്കുള്ളത്.
അവര് ചട്ടങ്ങളും നിയമങ്ങളും പോലും പാലിക്കാതെ ബില്ല് അവതരിപ്പിച്ച് വോട്ടിന് പോലും ഇടാതെ ശബ്ദ വോട്ടോടുകൂടി നിയമങ്ങൾ പാസാക്കിയ പാരമ്പര്യമുള്ളവരാണ്. അവരിപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കി. TDPയും JDUവും എതിർത്തു നിന്നാൽ സംഗതി കൂഴച്ചക്ക കുഴയുന്നത് പോലെ കുഴയും എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവര് തൽക്കാലത്തേക്ക് ഒരു പിന്മാറ്റം നടത്തിയത്. ഇപ്പോ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ രൂപവത്കരിച്ചു. ജഗദാംബിക പാൽ എന്ന് പറയുന്ന BJP നേതാവാണ് അതിന്റെ അധ്യക്ഷൻ. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, UP-യിലെ മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പൊ BJP-യുടെ ഒരു പ്രധാന നേതാവാണ്. കേരളത്തിൽ നിന്ന് ആരെയും ഈ കമ്മിറ്റിയിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനും പ്രാതിനിധ്യമില്ല. ഹൈദരാബാദിൽ നിന്നുള്ള OIC ഇതിലൊരു അംഗമാണ്. വഖഫ് ബോർഡിന്റെയും അതിന്റെ സ്വത്തുക്കളുടെയും നിയന്ത്രണം കൈവശമാക്കുക എന്നുള്ളതാണ് BJP-യുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന് പാകത്തിലുള്ള ചില ഭേദഗതികൾ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മുസ്ലിം സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും അതിശക്തമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയത്. അതിലൊന്ന് വളരെ വിചിത്രമാണ്. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിക നിയമം അനുസരിച്ച് സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ വിഷയമാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ബോർഡുകളിൽ സംസ്ഥാന ബോർഡുണ്ട്, കേന്ദ്ര ബോർഡുണ്ട്. അവയിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങൾ കൂടി വേണം എന്നൊരു നിബന്ധന ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വനിതകൾ വേണം. ആ വനിതകൾ മുസ്ലിങ്ങളായിരിക്കണം എന്ന് പറയുന്നില്ല. ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത വനിതകളെ ഈ ബോർഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഏറ്റവും അസ്വീകാര്യമായ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സ്വത്ത് അത് വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജില്ലാ കളക്ടർമാർക്കാണ് നൽകിയിരിക്കുന്നത് ഈ ബില്ലിലെ ഭേദഗതി വ്യവസ്ഥകൾ അനുസരിച്ച്. അതാണ് പ്രതിപക്ഷത്തിന്റെയും മുസ്ലിം സംഘടനകളുടെയും ഏറ്റവും വലിയ എതിർപ്പിന് കാരണമായത്. കാരണം കളക്ടർ എന്ന് പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കുക ഈ ബോർഡിന്റെ കൈവശമുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി സ്വത്ത് തർക്ക വിഷയമായാൽ അത് ആരുടേതാണ് എന്ന് തീരുമാനിക്കുക. അതിനെയാണ് അവര് അതിശക്തമായിട്ട് എതിർത്തത്. അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളല്ലാത്തൊരു ഈ ബോർഡിൽ വേണമെന്നുള്ളൊരു വ്യവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡ് ഇതിലൊക്കെ ഹിന്ദുക്കളല്ലാത്ത ആരെങ്കിലും അംഗങ്ങളാക്കാൻ പറ്റുമോ? അതിനെ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുക? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ വഖഫ് ബോർഡിന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ കൈകാര്യ നിർവഹണമാണ് ഈ ബോർഡ് നടത്തുന്നത്. അതിലെങ്ങനെയാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ അംഗങ്ങളാക്കുക? ഈ വക വിഷയങ്ങളാണ് വലിയ എതിർപ്പ് വിളിച്ചു വരുത്തിയത്. ഈ ബില്ലിനെ കുറിച്ച് വളരെ വിപുലമായ ചർച്ചകൾ സഭയിലുണ്ടായി, അതിന് പുറത്തുമുണ്ടായി. ഇതൊരു മുസ്ലിം വിരുദ്ധ ബില്ലാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി. അപ്പോൾ TDPയിലും JDUവിലും ഈ ബില്ലിന്റെ ഉള്ളടക്കത്തിനെതിരെ അതിശക്തമായ എതിർപ്പ് ഉയർന്നു വന്നിരിക്കുകയാണ്. അവർക്കങ്ങനെ ആ ബില്ലിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ പിന്താങ്ങാൻ സാധിക്കില്ല ഈ 2 പാർട്ടികൾക്ക്. കാരണം ആന്ധ്രാപ്രദേശില് 13% മുസ്ലിങ്ങളുണ്ട്. അവരൊരു നല്ല വിഭാഗം ചന്ദ്രബാബു നായിഡുവിന്റെ TDPയെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അതുപോലെ തന്നെയാണ് ബീഹാർ, അവിടെ 16.87% മുസ്ലിങ്ങളാണ്. അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട പ്രാതിനിധ്യമുള്ള ഒരു സമുദായത്തെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അവിടെ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് എങ്ങനെയാണ് അവർക്ക് TDPക്കോ അല്ലെങ്കിൽ JDUവിനോ അവരുടെ സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക? അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മോദി സർക്കാരിന്റെ നിലനിൽപ്പല്ല, NDA സർക്കാർ തുടർന്ന് ഭരിക്കണം എന്നുള്ളതല്ല. അവരുടെ സംസ്ഥാനങ്ങളിൽ അവരുടെ നിലനിൽപ്പാണ്, അവരുടെ പാർട്ടികളുടെ നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് ഈ 2 കക്ഷികളിൽ നിന്ന് ഇപ്പോൾ അതിശക്തമായി എതിർപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. TDPയുടെ ന്യൂനപക്ഷ സെല്ലിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഫത്തുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം TDPയിലെ ഒരു പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം വളരെ പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മുസ്ലിം നേതാക്കളുമായി സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഈ ബില്ലിന് പിന്തുണ നൽകാൻ പറ്റില്ല. കിരൺ റിജിജു നേരത്തെ ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ്
ഡൽഹിയിൽ മുസ്ലിം നേതാക്കളെ കണ്ട് സംസാരിച്ചതാ. അവരാരും ഇതിനോട് യോജിച്ചില്ല. ഈ BJP സർക്കാർ വിചാരിച്ച ഒരു കേന്ദ്രമന്ത്രി ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ ഉടനെ ചായയും കശുവണ്ടിയും കൊടുത്താൽ ഉടനെ അവരൊക്കെ അങ്ങ് സമ്മതിക്കുമെന്നാ. അവർക്ക് അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഈ ആന്ധ്രയിൽ ഇതുപോലെ ചർച്ച വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബീഹാറിലും സ്ഥിതി ഇത് തന്നെയാണ്. ലോക്സഭയിൽ ഈ ബില്ല് വന്നപ്പോൾ JDUവിന്റെ ലാലൻ സിംഗ് എന്ന് പറയുന്ന നേതാവ് അതിന്റെ അവതരണത്തെ അനുകൂലിച്ചു, എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. പക്ഷേ ഗുലാം ഗൗസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന തല നേതാവ് ബില്ലിനെ അതിശക്തമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി വിജയകുമാർ ചൗധരി എന്ന് പറയുന്ന ജലവിഭവ വകുപ്പ് മന്ത്രി, അദ്ദേഹം ബില്ലിനെ 100% എതിർക്കുന്നില്ലെങ്കിലും മുസ്ലിം വിഭാഗങ്ങളുമായിട്ട് ആലോചിച്ച് അവരുടെ കൂടെ അനുമതിയോടുകൂടി മാത്രമേ, അവരുടെ ആശങ്കകൾ ദൂരീകരിച്ചുകൊണ്ട് മാത്രമേ ഇത് പാസ്സാക്കാൻ പറ്റൂ. ആ ഒരു നിലപാട് മാത്രമേ JDU എടുക്കാവൂ എന്ന അതിശക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുക. അദ്ദേഹം നിതീഷ് കുമാറിന്റെ സ്വന്തം ആളാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതാണിപ്പോ ബീഹാറിലെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെയും സ്ഥിതി. അവിടെ മുസ്ലിങ്ങൾക്ക് കാര്യമായ പ്രാതിനിധ്യമുണ്ട്. അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ TDPയുടെ ചന്ദ്രബാബു നായിഡുവിനോ അതുപോലെ തന്നെ ബീഹാറിലെ നിതീഷ് കുമാറിനോ സാധിക്കില്ല. അടി തുടങ്ങി മോനെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റൂ. ഒരുപക്ഷെ ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോവുക അസാധ്യമാണെന്ന് കണ്ടാൽ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് ഭരിക്കുക എന്ന ഈ പൂതി ഭരണത്ത് വെച്ചിട്ട് BJP ഒരുപക്ഷെ അല്പം പിൻവാങ്ങിയേക്കാം. പക്ഷെ ഇതൊരു ട്രെയിലറാ, ഒറിജിനൽ കളി വരാനിരിക്കുന്നതേ ഉള്ളൂ.